Dears, welcome back to Arcanex. സോ ഗ്രേസ് മാർക്കുകൾ ഇത്തവണ ആർക്കൊക്കെയാണ് ഗ്രേസ് മാർക്ക് കിട്ടാൻ പോകുന്നത്? അതുമല്ല 40 മാർക്ക് വരെ ഗ്രേസ് മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള ആളുകളുണ്ട്. അതിൽ നിങ്ങൾ ഉണ്ടോ എന്നറിയണം. യെസ്, ഈ 40 മാർക്കിൽ നിങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാണ്. നമ്മൾ ഓരോന്നിന്റെയും ഗ്രേസ് മാർക്ക് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യാണ്. ഓക്കെ മക്കളെ, കേരള സ്കൂൾ കലോത്സവം ഉണ്ട്. അതിന് എ ഗ്രേഡിന് 20 മാർക്കാണ്. അതായത് അതുപോലെ കേരള സ്കൂൾ ശാസ്ത്രോത്സവം, സംസ്ഥാനതല ശാസ്ത്ര സെമിനാർ, സംസ്ഥാനതല CV രാമൻ ഉപന്യാസ മത്സരം, സംസ്ഥാനതല ശ്രീനിവാസ രാമാനുജൻ മെമ്മോറിയൽ പേപ്പർ പ്രസന്റേഷൻ, വാർത്താ വായന മത്സരം, ഭാസ്കരാചാര്യ സെമിനാർ, ടാലന്റ് സെർച്ച് എക്സാം, ഇതെല്ലാം സ്റ്റേറ്റ് ലെവലിലാണ്. ഓരോന്നർക്കും എ ഗ്രേഡിന് എത്ര മാർക്ക്? എ ഗ്രേഡ് വരുന്നത് 20 മാർക്കാണെങ്കിൽ ബി ഗ്രേഡ് വാങ്ങിയവർക്ക് 15 മാർക്കാണ്, സി ഗ്രേഡ് വാങ്ങിയവർക്ക് 10 മാർക്ക് നിങ്ങൾക്ക് എന്തായിരിക്കും ഗ്രേസ് മാർക്ക് ആയിട്ട്. അതുപോലെ ഇതിൽ 1, 2, 3 സ്ഥാനം കിട്ടുന്നവർക്ക് ഒന്നാം സ്ഥാനത്തിന് 20 മാർക്കാണ് ഗ്രേസ് മാർക്ക് കിട്ടുക. രണ്ടാം സ്ഥാനത്തിന് 17, മൂന്നാം സ്ഥാനത്തിന് 14 മാർക്കും ഗ്രേസ് മാർക്ക് ആയിട്ട് കിട്ടും. യെസ്. അപ്പോ ഇത്തവണ എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ A+ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു വർഷമാണ്. അപ്പോ ഓരോ മാർക്കും ഇമ്പോർട്ടന്റ് ആണ്. ഇത്ര മാർക്ക് നേടിയെടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യം. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ CBSE ലെവൽ ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വർഷം നമ്മൾ +2 കണ്ടതാണ് അല്ലെ. NCERT ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ എക്സാം ടഫ് ആയിരിക്കും. അപ്പൊ ഓരോ ഗ്രേസ് മാർക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സ്ഥലത്തിലേക്ക് പോകാം. അപ്പൊ സ്റ്റേറ്റ് ലെവലിലുള്ള ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ സയൻസിനും മാത്സിനും സോഷ്യൽ സയൻസിനും ഒക്കെ നമ്മൾ ഈ പറഞ്ഞ അതേ ഗ്രേഡുകാർക്ക് അതേ മാർക്ക് ആയിരിക്കും കിട്ടുക കേട്ടോ മക്കളെ. യെസ്. അടുത്ത സ്പെഷ്യൽ സ്കൂൾ കലോത്സവമാണ്. എ ഗ്രേഡിന് 25 മാർക്ക് ആണെങ്കിൽ ബി ഗ്രേഡിന് 20 മാർക്ക് ആണെങ്കിൽ സി ഗ്രേഡിന് 15 മാർക്കാണ്. യെസ്. അതേപോലെ റെഡ് ക്രോസ്, നിങ്ങൾക്ക് ഒരുപാട് കുട്ടികൾ റെഡ് ക്രോസിലുള്ള കുട്ടികളുടെ എണ്ണം ഒരുപാട് കൂടുതലായിരിക്കും. 10 മാർക്കാണ് റെഡ് ക്രോസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലേ. അതേപോലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ഉണ്ട്. 20 മാർക്കാണ് അതിൽ വരുന്നത്. സംസ്ഥാന ബാലശാസ്ത്ര കോൺഗ്രസിൽ പങ്കെടുത്താൽ എ ഗ്രേഡ് വാങ്ങിയവർക്ക് 20 ആണെങ്കിൽ ബി ഗ്രേഡ് വാങ്ങിയവർക്ക് 15, സി ഗ്രേഡ് വാങ്ങിയവർക്ക് 10 മാർക്ക് എന്തായിട്ട് കിട്ടുന്നുണ്ട് അല്ലെ. യെസ്. അതേപോലെ ദേശീയ തലത്തിലുള്ള ബാലശാസ്ത്ര കോൺഗ്രസിൽ പങ്കെടുത്താൽ 25 മാർക്കാണ്. സ്റ്റേറ്റ് ലെവലിലാണെങ്കിലാണ് എ ഗ്രേഡിന് 20, അത് ദേശീയ തലത്തിൽ നാഷണൽ ലെവലിൽ വരുമ്പോൾ 25. ഇനി വരുന്നത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ആണ്. ഏറ്റവും കൂടുതൽ മാർക്കുകൾ കിട്ടാൻ 80% ഹാജർ ഉൾപ്പെടെയുള്ള പങ്കാളിത്തം നിർബന്ധമായിട്ട് ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് 25 മാർക്സ് ആണ് വരുന്നത്. അതേപോലെ രാജ്യ പുരസ്കാർ, ചീഫ് മിനിസ്റ്റർ ഷീൽഡ് ഹയർ സെക്കൻഡറി വിഭാഗമാണ്. ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ രാഷ്ട്രപതി സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന് 50 മാർക്കാണ്. 50 മാർക്കാണ് വരുന്നത്. 50 മാർക്ക്. ആ ഒരു കുട്ടികളുടെ കാര്യം എന്ന് പറഞ്ഞാൽ A+ലേക്ക് അവർക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും. വലിയ സ്ട്രെയിൻ ഒന്നും ഇല്ലാതെ തന്നെ A+ലേക്ക് എത്താൻ പറ്റും അല്ലേ. ഇനി ഹൈസ്കൂൾ വിഭാഗം പറയുകയാണെങ്കിൽ 18 മാർക്ക്. അതേപോലെ രാജ്യ പുരസ്കാർ, ചീഫ് മിനിസ്റ്റർ ഷീൽഡിന് 20 മാർക്കും രാഷ്ട്രപതി അവാർഡ് വിജയികൾക്ക് 25 മാർക്കുമാണ്. HS വിഭാഗത്തിൽ 80% ഹാജർ ഉൾപ്പെടുന്ന പങ്കാളിത്തം നിർബന്ധമാണ്. അടുത്തത് NSS ആണ്. എനിക്ക് തോന്നുന്നു റെഡ് ക്രോസ് പോലെ ഒരുപാട് കുട്ടികൾ NSSൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. അതായത് റിപ്പബ്ലിക് ഡേ ക്യാമ്പിൽ പങ്കെടുത്ത വളണ്ടിയേഴ്സിനാണെങ്കിൽ എത്ര മാർക്കാണ്? 40 മാർക്കാണ്. ഇനി ദേശീയ തലത്തിൽ ക്യാമ്പുകളിൽ പങ്കെടുത്ത NSS വോളണ്ടിയർമാർക്ക് 25 മാർക്കും കിട്ടും. യെസ്. അതേപോലെ NSS സർട്ടിഫിക്കറ്റ് ഉള്ള NSSന്റെ വോളണ്ടിയേഴ്സിന് ഇതൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് NSSന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും 20 മാർക്സ്. അതുപോലെ ലിറ്റിൽ കൈറ്റ്സ് പോലുള്ളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ 15 മാർക്ക്. യെസ്. ലിറ്റിൽ കൈറ്റ്സിന് 15 മാർക്സ് ആണ്. ജവഹർലാൽ നെഹ്റു നാഷണൽ എക്സിബിഷന് 25 മാർക്ക്. ബാലശ്രീ അവാർഡ് വിജയികൾക്ക് 15 മാർക്ക്. യെസ്. ഇനി ക്വിസ് കോമ്പറ്റീഷൻ, കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി ക്വിസ് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഫസ്റ്റ് വിന്നർ ആണെങ്കിൽ ടീമിനാണ് കിട്ടുന്നത് 5 മാർക്ക് കിട്ടും. ആ ടീമിലെ എല്ലാവർക്കും. അതേപോലെ സെക്കൻഡ് നേടുന്ന ടീമിലെ എല്ലാവർക്കും 3 മാർക്ക് കിട്ടും. അപ്പൊ ഈ ക്വിസ് കോമ്പറ്റീഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടീമിൽ അംഗമായ മതി എന്നുള്ളതാണ്. സർഗോത്സവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എ ഗ്രേഡ് കിട്ടുന്നവർക്ക് 15, ബി ഗ്രേഡ് കിട്ടുന്നവർക്ക് 10 മാർക്കും ഗ്രേസ് മാർക്ക് ആയിട്ട്. സദേൺ ഇന്ത്യ സയൻസ് ഫെയറിൽ 22 മാർക്ക്. ആദ്യം 3 സ്ഥാനക്കാർക്ക് 22 മാർക്ക് കിട്ടും. കുട്ടികൾക്ക് അറിയ പോലുമില്ല ഈ കാര്യങ്ങൾ. ഇനി വരുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നത് NCC ആണ് അല്ലെ. 40-30 മാർക്കാണ് NCC-ക്കാർക്ക് കിട്ടുന്നത്. ആർക്ക് 40 നോക്കാം അല്ലെ. റിപ്പബ്ലിക്കിലെ പരേഡിൽ ക്യാമ്പിലൊക്കെ പങ്കെടുത്ത അല്ലെ. അതേപോലെ താൽ സൈനിക ക്യാമ്പ്, ഓൾ ഇന്ത്യ നാസൈനിക് ക്യാമ്പ്, ഓൾ ഇന്ത്യ വായു സൈനിക് ക്യാമ്പ്, SPL NIC യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാം, ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്ക് 4 മാർക്കാണ്. കാരണം 40 മാർക്കാണ്. അതിന് അവർ പ്രത്യേകം പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഈ 40 മാർക്ക് കൊടുക്കുന്നു എന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് പരിശീലനത്തിന് 2 മുതൽ 3 മാസം വരെ ക്ലാസ് നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് വെറുതെ കൊടുക്കുന്ന മാർക്കല്ല.
അല്ല, അവർ അത്രയും സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്. 2 to 3 months പരിശീലനത്തിന് പോയി കഴിഞ്ഞാൽ അവർക്ക് ക്ലാസ് നഷ്ടപ്പെടും. ആ Yes. ടോപ്പിക്കൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഒരുപാട് സ്ട്രെയിൻ അനുഭവിക്കുന്ന കുട്ടികൾ. അതുകൊണ്ടാണ് അവർക്ക് വെറുതെ അതെ. കൊടുക്കുന്ന മാർക്കല്ല ഈ 40 അതേപോലെ ആർട്ടി നാഷണൽ ഇന്റഗ്രേഷൻ ക്യാമ്പ് ഉണ്ട്, NIC-യുടെ ക്യാമ്പ്, ഏക് ഭാരത ശ്രേഷ്ഠത ഭാരത്, റോക്ക് ക്ലൈംബിംഗ് ട്രെയിനിങ് ക്യാമ്പ്, ഇതിനൊക്കെ പങ്കെടുക്കുന്നവർക്ക് 30 മാർക്കാണ് NCCയിൽ നിന്ന് ലഭിക്കുക. Yes. അപ്പൊ എനിക്ക് തോന്നുന്നു വളരെ നല്ലൊരു രീതിയിൽ തന്നെ ഗ്രേസ് മാർക്ക് നേടിയെടുക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. അത് 10th ഒരു 40 മാർക്ക് എന്തായിട്ടും കിട്ടാവുന്ന ഒരുപാട് NCC ചാൻസ് ഇതിൽ ഒക്കെ, തന്നെ ഉണ്ട്. NCC 40 മാർക്ക് എന്തായാലും കിട്ടും. ഞാൻ പറഞ്ഞല്ലോ അതിൽ 50 മാർക്ക് വരെ പോകുന്നു ടോപ്പ് ലെവലിൽ. അതേപോലെ ടാലന്റ് സെർച്ച് ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ പല കുട്ടികൾക്കും അറിയുണ്ടാവില്ല. ടാലന്റ് സെർച്ചിനൊക്കെ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് നല്ല രീതിയിൽ തന്നെ മാർക്ക് കിട്ടുന്നുണ്ട്. A ഗ്രേഡിന് 20 ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെ. ഓക്കെ, കറക്റ്റ് ആയിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഉള്ള എന്ത് ചെയ്ത് കൂടി വാങ്ങിയെടുക്കുക അല്ലേ. Yes. ബൈ. Bye.